പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമായ യേശുമിശിഹായുടെ നാമത്തിൽ ഏവർക്കും ശംഷാബാദ് രൂപത സാന്ത്വ മിഷൻ സെമിനാരിയിൽ നിന്നും സ്നേഹവന്ദനം. ഡിസംബർ 4 മംഗളവാർത്തക്കാലം 1-ാം തിങ്കൾ. ഇന്നത്തെ വായനകൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 37 മുതൽ 43 വരെയും ഗലാത്യയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 9 മുതൽ 14 വരെയും. ഒരുവനും ദൈവസന്നിധിയിൽ നിയമം വഴി നീതീകരിക്കപ്പെടുന്നില്ല എന്ന് വ്യക്തമാണ്. എന്തെന്നാൽ നീതിമാൻ വിശ്വാസം വഴിയാണ് ജീവിക്കുക. ക്രിസ്മസിന് തീഷ്ണതയിൽ ഒരുങ്ങുന്ന കാലഘട്ടമാണ് മംഗളവാർത്തകാലം. ഈ ഒരുക്കങ്ങൾ എപ്രകാരമുള്ളതായിരിക്കണം എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഇന്നത്തെ 2 വായനകളും. നിയതമായ ചട്ടക്കൂടിൽ നക്ഷത്ര വിളക്കുകളും വർണ്ണമാല വിളക്കുകളും തെളിയിച്ചും ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുത്തും മെഗാ പുൽക്കൂടുകൾക്ക് തുടക്കം കുറിച്ചുമൊക്കെ ഇപ്പോൾ തന്നെ ഏറെ പേർ ഈ കാലഘട്ടത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. കൂടാതെ അതിനുള്ള വിപുലിയും ബൈബിൾ പാരായണവും ഒരുക്കത്തിന്റെ ആക്കം കൂട്ടുന്നവയാണ്. കൂട്ടപ്പൊരിച്ചിൽ എന്ന കണക്ക് ഭവനങ്ങളിലെ കൊച്ചു പുൽക്കൂടുകളും ക്രിസ്മസ് ട്രീകളും സാന്താക്ലോസും ക്രിസ്മസ് കാർഡുകളുടെ സമ്മാനങ്ങളുടെ കേക്കുകളുടെ കൈമാറ്റങ്ങളും വിശ്വാസ കൈമാറ്റത്തിന്റെ ഭാഗമായി തന്നെ മേൽപ്പറഞ്ഞവയൊക്കെ നമ്മെ സ്വാധീനിച്ചിരിക്കെ ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് യേശുമിശിഹ തന്റെ ശിഷ്യരെ ശാസിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നത് നമുക്ക് പരിചിന്തന വിഷയമാക്കാം. വിശ്വാസമില്ലാത്ത വഴിപിഴച്ച തലമുറയെ ഞാൻ എത്ര നാൾ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും, എത്ര നാൾ നിങ്ങളോട് ഞാൻ ക്ഷമിക്കും. ക്രിസ്മസ് അലങ്കാരങ്ങൾക്കും അലവാരങ്ങൾക്കും അപ്പുറം, പതിവുകൾക്കും പാരമ്പര്യങ്ങൾക്കും അപ്പുറം വിശ്വാസത്തിൽ നാം വളരുന്നില്ലെങ്കിൽ, മുന്നേറുന്നില്ലെങ്കിൽ, യേശുമിശിഹായിൽ വിശ്വസിച്ചും അവന്റെ നാമത്തെ സ്വീകരിച്ചും നാം ദൈവമക്കളായി പിറക്കുന്നില്ലെങ്കിൽ ഈ ക്രിസ്മസും ഫലരഹിതമായി നാം വഴിപിഴച്ചതും ദുഷിച്ചതുമായ തലമുറയായി തീരുമെന്ന് ലേഖനഭാഗത്ത് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ നിയമാനുഷ്ഠാനം വഴിയല്ല ഒരുവനും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നത്, മറിച്ച് വിശ്വാസം വഴിയാണ്. അബ്രാഹം, പരിശുദ്ധ അമ്മയൊക്കെ നീതീകരിക്കപ്പെട്ടത് ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ ഉറച്ചു വിശ്വസിച്ച് തങ്ങളുടെ ജീവിതങ്ങളെ പരിപൂർണമായി സമർപ്പിച്ച് മുന്നേറിക്കൊണ്ടാണ്. വിശ്വാസത്തിന്റെ ഈ മുന്നേറ്റത്തിന് കാരണമാകത്തക്ക വിധത്തിൽ നമുക്ക് ക്രിസ്മസ് ഒരുക്കങ്ങൾ പൂർത്തിയാക്കാം. വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചവന്റെ വിശുദ്ധയാഗത്തിൽ പങ്കാളികളാകുന്ന നമുക്ക് വിശ്വാസത്തിൽ വളരാൻ ഉപയുക്തമായ മാത്രം പ്രത്യേകിച്ച് ഈ നാളുകളിൽ സ്വീകരിച്ച് പങ്കുവെച്ചു ക്രിസ്തുമസിന് ഉണ്ണിമിശിഹായുടെ ദിവ്യപിറവിക്ക് ഒരുങ്ങാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.